ദിവസമായിരുന്നു. കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം എപ്പോഴും 14 ദിവസമാണ് ചോദിക്കുക. എത്ര പ്രശ്നമുണ്ടെങ്കിലും 2 ആഴ്ച. കോടതി എല്ലാ വെള്ളിയാഴ്ചയും ഈ പ്രശ്നം കേൾക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒക്ടോബർ 4 കഴിഞ്ഞു, ഒക്ടോബർ 18 കഴിഞ്ഞു, ഒരുപാട് രണ്ടാഴ്ചകൾ കഴിഞ്ഞു. ഇന്നലെയും കോടതിയിൽ ഈ കേസ് ഉണ്ടായി. കോടതി വീണ്ടും ആവർത്തിച്ച് ഈ കാര്യം ചോദിച്ചു. കോടതിയുടെ ഈ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി, അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് പരമാവധി ഉത്തരം പറയാൻ വേണ്ടി ശ്രമിക്കാം. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു, എന്താണ് മറുപടിയെങ്കിലും ഈ മാസം തന്നെ അത് പ്രഖ്യാപിക്കാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കോടതി കൂടി ഇക്കാര്യത്തിൽ ഇടപെടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്തിന്, ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഫെഡറലിസത്തെ അംഗീകരിക്കുന്ന ഒരു രാജ്യത്തിന് ചേർന്ന നടപടിയായില്ല തമിഴ്നാടിനും കർണാടകയ്ക്കും കൊടുത്ത ദുരന്ത സഹായം. എന്തുകൊണ്ട്? തമിഴ്നാടിനും കർണാടകയ്ക്കും മാത്രമല്ല, ആർക്കും ദുരന്ത സഹായം കൊടുക്കുന്നത് നല്ലതാണ്, അത് വേണം, എല്ലാവരെയും സഹായിക്കണം. പക്ഷേ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ദുരന്തത്തിൻ്റെ സഹായം കിട്ടാൻ തമിഴ്നാടിനും കർണാടകയ്ക്കും സുപ്രീം കോടതിയെ സമീപിക്കേണ്ട അനുഭവം ഇന്ത്യയിലുണ്ടായി. എത്ര അപമാനകരമാണത്! സുപ്രീം കോടതിയെ സമീപിച്ചാണ് അവർക്ക് പണം കിട്ടിയത്. ഇവിടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞ ഒരു കാര്യം, IMCTയുടെ പ്രപ്പോസൽ വരട്ടെ, സ്വാഭാവികമായിട്ടും മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം അവരുടെ പരിശോധന നടത്തിയതിൻ്റെ റിസൾട്ട് വരട്ടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞാൽ അതൊരു ന്യായമാണോ എന്ന ഒറ്റനോട്ടത്തിൽ ആളുകൾക്ക് തോന്നും. എന്നാൽ കൊടുക്കുന്നതിൽ വിരോധമില്ല എന്ന ആമുഖത്തോടു കൂടി തന്നെ ഞാൻ പറയട്ടെ, ത്രിപുരയിൽ IMCT ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം കാണാൻ, സംഭവങ്ങൾ പരിശോധിക്കാൻ ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ത്രിപുരയ്ക്ക് ഒരു കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 40 കോടി രൂപ അഡീഷണൽ അസിസ്റ്റൻസായി പ്രഖ്യാപിച്ചത് അനുഭവങ്ങളിലൂടെ നമ്മൾ കണ്ടു. അപ്പോൾ എന്തേ കേരളം മാത്രം ഒരു കുറ്റം ചെയ്തു? ആവർത്തിക്കുന്നില്ല ഞാൻ. സിക്കിമിന് കിട്ടിയ പണം, ഹിമാചലിന് കിട്ടിയ പണം, കർണാടകയ്ക്ക് കിട്ടിയ പണം, തമിഴ്നാടിന് കിട്ടിയ പണം, ത്രിപുരയ്ക്ക് കിട്ടിയ പണം. കേരളത്തിന് ഈ പ്രവചനങ്ങളിൽ ഈ വിധത്തിൽ വരാൻ എന്തെങ്കിലും തടസ്സമുണ്ടായതായി കാണുന്നുണ്ടോ? സുപ്രീം കോടതി തന്നെ ബംഗാളിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങളെ കൃത്യതയോടുകൂടി നോക്കി കണ്ടപ്പോൾ സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷനെക്കുറിച്ച് സുപ്രീം കോടതി വിലയിരുത്തേണ്ടതല്ലോ. ബംഗാളിലെ കടുത്ത ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട്, പട്ടിണിയുമായി ബന്ധപ്പെട്ട്, അതായത് ധാന്യങ്ങൾ കിട്ടാത്ത പ്രയാസവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ മുമ്പാകെ വളരെ നേരത്തെ വന്ന ഒരു കേസിൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് എങ്ങനെയാകണം എന്ന് സുപ്രീം കോടതി വിലയിരുത്തി. 2 കാര്യങ്ങളാണത് പറഞ്ഞത്. തികച്ചും ജൈവികമാകണം, സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധം ജൈവികമാകണം. രണ്ടാമത് സുപ്രീം കോടതി പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യമാണ്. രണ്ടാമത് സുപ്രീം കോടതി പറഞ്ഞത് ആ ബന്ധം ജൈവികമാകണം എന്ന് മാത്രമല്ല, സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രയാസത്തിൽ പെടുമ്പോൾ സെൻറ്ററിൻ്റെ റോൾ ഒരു ഗാർഡിയൻ ഏഞ്ചലിൻ്റെ റോളാണ്. സുപ്രീം കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുകയാണ്. ഒരു ഗാർഡിയൻ ഏഞ്ചലിൻ്റെ റോളാണ് യഥാർത്ഥത്തിൽ സെൻട്രൽ ഗവൺമെൻറ് നടത്തേണ്ടത് എന്ന് സുപ്രീം കോടതിയുടെ പരാമർശമുള്ള ഇന്ത്യയിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തര സഹമന്ത്രി കേരളത്തിൻ്റെ പ്രതിനിധിക്കുള്ള കത്തിൽ സൂചിപ്പിക്കുന്ന അപമാനകരമായൊരു കാര്യം, നിങ്ങൾ ചോദിക്കാതെ തന്നെ ഞങ്ങൾ കൂടുതൽ സൈന്യത്തെ വിട്ടു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങോട്ട് വന്നു, നമ്മുടെ രാജ്യത്തെ വിവിധങ്ങളായിട്ടുള്ള വിമാന സർവീസുകളെ നിങ്ങൾക്ക് തന്നു. ഈ ദുരന്തമുണ്ടായ മണിക്കൂറുകൾക്കകം STMA ഈ പ്രശ്നം സെൻറ്ററിനെ അറിയിച്ചു. ഞാൻ STMAയിൽ എൻ്റെ സാന്നിധ്യത്തിൽ ഞാനും കൂടി സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഗാർഡിയൻ ഏഞ്ചലായി പ്രവർത്തിക്കേണ്ട സെൻറ്റർ ഏതെങ്കിലും വിധത്തിലുള്ള സൈന്യത്തെ അയച്ചു എന്നതിന് പ്രത്യേകമായി എന്തെങ്കിലും കാണേണ്ടതുണ്ടോ? സത്യത്തിൽ ഇന്ത്യ രാജ്യത്തെ സൈന്യം. റവന്യൂമന്ത്രി കെ രാജനാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. വയനാടിന് കേന്ദ്ര സഹായം നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതികരണം.